നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. കന്യമറിയാമെന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവ് ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്ന് മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിട്ട് എന്നിൽ വിശ്വസിക്കുന്നവനാൽ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോട്, കർത്താവേ, ലോകത്തിന് വരുവാനിരിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഒടിയവനും ആത്മാവിന്റെയും സർവ്വജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവരുമായ മനുഷ്യാനന്ദനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയിച്ചതിനായ മനുഷ്യാനന്ദനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മനുഷ്യാനന്ദനെ നിന്റെ വിശുദ്ധാസയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിനായി യോഗ്യതയുള്ളവരാക്കി കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഈ വിഷമ സമയത്ത് ഞങ്ങളോട് ഒന്നിച്ച് പങ്കുചേരുവാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കാനുള്ള കടമയാണ് അച്ഛനെ ഏൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ഈ ഒരു നിമിഷം വരെയും ഞങ്ങളുടെ റിലേറ്റീവ്സും തൊട്ട് ബന്ധുമിത്രാദികളും തൊട്ട് എല്ലാവരും ഞങ്ങളോട് ഒന്നിച്ച് എല്ലാവിധമായ കാര്യങ്ങൾ സഹകരിച്ചു. അവരോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി ഈ അവസരത്തിൽ കടന്നു വന്ന ഓരോ അച്ഛന്മാർക്കും പ്രത്യേകമായി എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ എനിക്ക് ഒരു ചുമതലയുടെ ഞാൻ തന്നെ എടുത്ത് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഓർമ്മയായ സമയം മുതൽ ഈ ഇടവകയിൽ ക്രിസ്ത്യായാലും മറ്റുള്ള കാര്യങ്ങളും പൊതുപ്രവർത്തനത്തിനും വെളിയിലായത് വ്യാപാര വ്യവസായി മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ പൊതുപ്രവർത്തനമായി നിലനിൽക്കുന്ന സമയത്ത് ഒരുപാട് വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി അനുഷ്ഠിച്ചുള്ള സമയത്തുണ്ട്. പല വ്യക്തികൾക്കും ഒരു എയിലേക്ക് പോകുമ്പോൾ മുറിവേക്കത്തക്ക രീതിയിൽ പുള്ളി സംസാരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ പൊതുവായി എന്റെ അപ്പന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെറിയ മുറിവെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഓരോ ജീവിതത്തിൽ ഓരോ രീതിയിൽ ഓരോ സമയത്ത് എടുത്തപ്പോൾ ₹1 ബാങ്ക് പോലും ഇല്ലാതാണ് ഞങ്ങളെ ഒക്കെ ഇത്രത്തോളം ആക്കിയത്. അപ്പോൾ എന്റെ അമ്മ പലപ്പോഴും കരഞ്ഞത്, പലപ്പോഴും രാത്രിയിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ എന്റെ ജീവിതത്തിൽ 2 പാട്ടുകളാണ് കൂടി എന്നെ കേൾപ്പിച്ചിട്ടുള്ളത്.
എന്നോടെ കേട്ടത് പാടിയാണ് അതിന് ആശ്വാസം കൊടുക്കുന്നത്. ഒന്ന് കാക്കകളെ നോക്കിയിടുന്നത് വിതയ്ക്കുന്നത് എല്ലാം എന്നോട് പാടി കേൾപ്പിച്ചത് ഒന്നുമില്ല നമ്മളെ ആ രീതി. രണ്ടാമത്തെ പാട്ട് ഇപ്പോൾ നമ്മൾ പാടി ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 20 വർഷം ഞാൻ അച്ചാച്ചനെ വിട്ട് ഈ ദേശത്തെടുത്ത് പലർക്കും പോയപ്പോൾ പല പ്രയാസങ്ങളായ സംഗതികൾ എന്ന് നേരിട്ടുള്ളവരൊക്കെ അച്ചാച്ചന്റെ വാക്കുകൾ, പാട്ടുകൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന യുവജനങ്ങളോട് പറയാൻ എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അതൊക്കെ പലർക്കും ഇന്ന് വേദന എടുക്കും. പക്ഷെ പിന്നെ ഒരു കാലത്ത് ഇത്തിരി നല്ലതാണെന്ന് ഒരു സാക്ഷ്യം കൂടെ ഞാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓർമ്മ. കയ്യിൽ പിടിച്ച് നോക്കി ഞാൻ വന്നില്ല. ഞാനിവിടെ തിരിച്ചു വരുമ്പോൾ ചേച്ചി വീട്ടിൽ പറഞ്ഞു, അന്ന് കിട്ടിയ ഒരു അടി, അന്ന് കിട്ടിയ കുറെ വഴക്കുകൾ എന്റെ ജീവിതത്തിൽ തന്നെ ഇത്ര ഉയർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് 4 അക്ഷരം പറയാൻ തന്നെ പ്രാരംഭമായിട്ട് ഞാൻ കോളേജിൽ ചെന്ന് ഞാൻ പല സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഞാൻ പ്രസംഗിക്കാൻ, പാടുവാൻ, എടുക്കുവാൻ ഒക്കെ എന്നെ സംബന്ധിച്ചത് ആ ഉറഞ്ഞ് ഞാൻ ഓർക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആ സാക്ഷ്യം പറഞ്ഞത് ദശാത്തിനോട് കാണി എനിക്ക് അതിന്റെ ഒരു തിരിച്ചു കൊടുക്കാനൊക്കെ അതുകൊണ്ടാണ് ഇന്ന് ഇല്ലാത്ത ഇന്നൊരു സാക്ഷ്യമായത് അവതരിപ്പിക്കുന്നത്. നമ്മളോട് പാടി ഒരുമിച്ച് ചേർന്ന് പാടാം. എല്ലാം നന്മയ്ക്കായി എല്ലാം നന്മയ്ക്കായി കസ്തതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ കസ്തതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ തേടി. എന്തിങ്ങനെ അനുഭവിച്ചിരുന്നു സ്വന്തമേയാകെ ഗ്രഹിച്ചിടുന്നു എത്ര ജാനിയും ഒരുപോലെ മാതാവിന്റെ വരവികൾ ഞങ്ങൾക്കു സ്തുതിച്ചിടുവാൻ കൃപയുക.
നമ്മിലേക്ക് ചേരുന്നുള്ള ഞങ്ങളുടെ വർഷത്തെ കുറിച്ച് അറിയിച്ചതിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടക്കുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകൾ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാതരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. ലക്ഷ്യമായ എട്ടുകാലികളും അവയിൽ പല കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങൾ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങൾ ശക്തികൾ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവിക സങ്കീർത്തനക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങൾ വണ്ണിയുമെന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പുത്തുവാടിപ്പോകുന്നുവെന്ന് അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ മുഴുവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെ വിശ്വാസ പ്രമാണം കേട്ടില്ല. പിതാവായ സർവ്വശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും കർത്താവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ശിക്ഷയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കുള്ളമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കണ്ണുകളും സഹായങ്ങളും ബലഹീനരായ ഞങ്ങൾ സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനരായ ഞങ്ങളുടെ വർഗത്തിന്മേൽ വന്ന ആവശ്യം എന്നേക്കും വാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ വരികയെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ദൈവം ബലഹീനതയെ കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യ
മനുഷ്യ നീ മണ്ണാ